പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടുള്ള ചോദ്യമാണ്. ഇപ്പോൾ ടെർബോ ഇറങ്ങുന്നു, അതൊരു പ്രധാനപ്പെട്ട നിങ്ങളതിനൊരു എതിരാളിയായി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് പടം ചോദിച്ചത്? എഴുന്നേറ്റൊന്നും അല്ല, സീരിയസ്ലി നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ സിനിമ റിലീസ് 24th നേരത്തെ പ്ലാൻ ചെയ്തതാണ്. 24ാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ്. നമ്മൾ അങ്ങനെയാണ് മറ്റ് കമ്മിറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തതും. ടർബോ 13ാം തീയതി, ജൂൺ 13ാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത്. അപ്പം അതിന് 3 ആഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അവർ 23ാം തീയതിക്ക് തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടമില്ലാതായി പോയി. നമുക്ക് മാറാൻ വേറെ സ്ഥലമില്ലാതായി പോയി എന്നുള്ളതാണ് അവസ്ഥ. വെക്കേഷൻ തീരുന്നു, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെയുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് റിലീസ് ഡേറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പം അതിന് നമുക്കൊരു സ്പേസ് ഇല്ലായ്മ സംഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ട്രെയിലർ കണ്ടില്ലേ ടർബോയുടെ? അല്ലേ? എന്നിട്ട് ഈ ചോദ്യം ചോദിക്കണല്ലേ? അല്ല, ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ 2 ഡേറ്റ്സ് നമ്മൾ എടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ തിയേറ്ററിൽ ഇറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ. എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് കണ്ടൊരു ഡേറ്റ് ആയിരുന്നു 24. അപ്പൊ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടർബോ പ്രീപോണ്ട് ചെയ്ത് 23rd വന്നത്. വൈശാഖനല്ലേ, പോസ്റ്റ്പോൺ ചെയ്യാനല്ലേ ചാൻസ് ഉള്ളൂ എന്നതാണ് നമ്മുടെ മനസ്സിലെല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇത്രയും വലിയൊരു സിനിമ, ഭയങ്കര ഗ്രാൻഡ്യൂറിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് 13 ഒരു 2 ആഴ്ച കൂടെ തള്ളുമായിരിക്കും, പടി തീരണ്ടേ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം പറയായിരുന്നു, ഇപ്പൊ 24th എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുമായിരുന്നു കേട്ടോ. കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ്. കാരണം അറിയാലോ, കൂടുതലൊന്നും പറയണ്ട. സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ പീരീഡിലൂടെയാണ് മമ്മൂക്ക എന്ന ആക്ടർ. നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളും അദ്ദേഹത്തിനെ വളരെ റെസ്പെക്റ്റോടെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക, ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും. തീർച്ചയായിട്ടും അങ്ങനൊരു തരത്തിൽ നമ്മൾ ആലോചനയിൽ. വെക്കേഷൻ കഴിഞ്ഞ് 3ാം തീയതി മുതൽ സ്കൂൾ തുറക്കുന്നു, 5ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു, മഴ വരാൻ പോണു. അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ 24th 23rd ടർബോ എന്ന്. അത് കഴിഞ്ഞ് 24th നമ്മൾ റിലീസ്. അറിയാം, അത് വലിയ സ്കെയിലുള്ള സിനിമയാണ്. നമ്മുടെ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്കെയിലിങ്ങിലുള്ള ഒരു സിനിമയാണ്. എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സിനിമ വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം, അതിനെ കൂടെ വിജയിപ്പിക്കണം.